ഇതുപോലൊരു അച്ചാർ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? കറുത്ത നാരങ്ങ അച്ചാർ. നല്ലൊരു റെസിപ്പി കണ്ടപ്പോൾ അത് ഉണ്ടാക്കി നോക്കാൻ എനിക്കൊരു വല്ലാത്തൊരു ആഗ്രഹം. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഒരു ഐറ്റം. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു അച്ചാറിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറുത്ത നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോഗ്രാമോളം നാരങ്ങ വേണം കേട്ടോ. അത് നമ്മൾ ഒരു 4 6 പീസാക്കിയിട്ട് നമ്മൾ കീറിയെടുക്കുക. അതിൻ്റെ കുരു മാത്രം കളഞ്ഞെടുക്കുക. ഇത് തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല പഴുത്ത നാരങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പച്ചയൊന്നും എടുക്കാതെ ഇരിക്കുക. ഇതുപോലെ നല്ല മഞ്ഞ കളറിലുള്ള നല്ല പഴുത്തതിനെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാനെല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവും മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കതിന് മൺചട്ടി വേണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊരു മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം തോർത്ത് കളയാൻ ആ പരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ നാരങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ 5 ദിവസം നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ അങ്ങനെ പതയായിട്ടൊക്കെ വരും മുകളിലേക്കായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ 10 മിനിറ്റോളം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല പോലെ ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം നമുക്ക് തുറന്ന് നോക്കാം. രണ്ടാമത്തെ ദിവസം തുറന്ന് നോക്കിയിട്ട് നമ്മൾ തലേന്ന് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ചെയ്യുക. 10 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം. നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വറ്റി വരുന്ന ആ സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചാൽ വെക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ തലേന്ന് ചെയ്ത പോലെ തന്നെ നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം അടച്ചു വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ അതിൻ്റെ ആവി ഇറങ്ങിയിട്ട് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടച്ചു വെക്കുമ്പോൾ നല്ല പോലെ ചൂടാറിയെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം. ഇനി നമ്മളിത് 3-ാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. 3-ാമത്തെ ദിവസം നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 മിനിറ്റോളം നമ്മളിതുപോലെ തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിക്കുന്ന സമയം, അതായത് 3-ാമത്തെ ദിവസം നമ്മൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് ശർക്കര ചീവിയത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ചേർത്ത് നോക്കിയതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഇത് പുളി ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചില നാരങ്ങയ്ക്ക് നല്ല പുളിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശർക്കര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കരയും കൂടെ ചേർത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 10 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തലേന്ന് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ 5 ദിവസം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറുക്കി എടുത്താണ് ഈ ഒരു അച്ചാർ പൂപ്പലില്ലാതെയൊക്കെ നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ അത് നമ്മൾ തലേന്ന് അടച്ചു വെച്ചു. നല്ലപോലെ ചൂടാറിയതിന് ശേഷം അടച്ചു വെച്ചു. 4-ാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 മിനിറ്റാണ് തിളപ്പിക്കാനുള്ളത് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കാരണം മൺചട്ടിയാണ്, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ താഴൊക്കെ നല്ലപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ എടുത്തിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് ഒന്നിത് ലൂസായി വരും കേട്ടോ. നമ്മൾ ആദ്യം കട്ടി പോലെ കണ്ടാലും പിന്നെ ചൂടാക്കുമ്പോൾ ഒന്നൊന്ന് ലൂസായി വന്നോളും. ഇപ്പോൾ ഇത് കണ്ടല്ലോ കറുത്ത കളറായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ 10 മിനിറ്റ് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇനി ഇതിപ്പോൾ 5-ാമത്തെ ദിവസമാണ് നമ്മൾ കാണിക്കുന്നത്. 5-ാമത്തെ ദിവസം നമുക്കൊരിക്കലും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത് ചൂടാക്കി എടുത്താൽ മതി. നല്ല പോലെ തിളപ്പിക്കുക. 10 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ
ഇതൊന്ന് ചൂടാക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ കറുത്ത നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ കുപ്പിയിൽ നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര കാലം ഇത് സൂക്ഷിക്കാൻ പറ്റിയൊരു അച്ചാർ കൂടെയാണ്. നമുക്കിതിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലൊരു അച്ചാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.